ഒരു ഭാഗം. അതേസമയം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയോട് പരമപുച്ഛമാണ് സംഘപരിവാർ. ഭരണഘടന അംഗീകരിക്കാത്ത ഒരു കൂട്ടരാണത്. ഭരണഘടന അംഗീകരിക്കുമ്പോൾ തന്നെ അതിനെ അവർ തള്ളിപ്പറഞ്ഞു. ഭരണഘടനയെ തള്ളിപ്പറഞ്ഞത് എങ്ങനെയാണ്? ഇതല്ല വേണ്ടത്, പിന്നെ എന്ത് വേണം? ഈ രാജ്യത്തിന് മനുസ്മൃതിയാണ് വേണ്ടത്. ഇതല്ല വേണ്ടത്, പകരം മനുസ്മൃതി വേണം. അപ്പോ ആ മനുസ്മൃതി വാദക്കാരാണ് സംഘപരിവാറുകാർ. അതവർ മറച്ചു വെച്ചിട്ടില്ല. എല്ലാ ഘട്ടത്തിലും ആ നിലപാട് മാത്രമേ അവർ സ്വീകരിച്ചുള്ളൂ. സ്ത്രീ സ്വാതന്ത്ര്യ പദ്ധതി എന്ന് പറഞ്ഞ മനുസ്മൃതിയാണ് തങ്ങൾക്കിവിടെ വേണ്ടത് എന്നതാണ് എല്ലാ ഘട്ടത്തിലും അവർ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഭരണഘടനയോ നമ്മുടെ ഭരണഘടന ഏതാനും ആളുകൾ ഒത്തുചേർന്ന് ഭരണഘടനാ അസംബ്ലിയിലൂടെ ഒരു ചർച്ച നടത്തി പെട്ടെന്ന് ഉണ്ടാക്കിയ ഒന്നല്ല. അത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും തീച്ചൂളയും ഉയർന്നു വന്ന ആശയങ്ങളിലൂടെ രൂപപ്പെട്ടതാണ്. രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ സംസ്കാരങ്ങളുണ്ട്, വ്യത്യസ്ത രീതികളുണ്ട്. നമ്മുടെ വിവിധ ജാതികൾ, മതങ്ങൾ, ഭാഷകൾ, ഒരുപാട് വ്യത്യസ്തമായ ശൈലികൾ, ഇങ്ങനെയുള്ള ഒട്ടേറെ വൈവിധ്യങ്ങൾ, ഇതെല്ലാം കൂടി എങ്ങനെ ഉൾക്കൊള്ളാനാകും? അതിനെക്കുറിച്ചാണ് നേരത്തെ തന്നെ ചർച്ച ചെയ്തത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഉയർന്നു വന്നു. ഒരുപാട് രാജ്യത്തിൻ്റെതായ മൂല്യങ്ങൾ എന്ന നിലയിൽ കാര്യങ്ങൾ ഉയർന്നു വന്നു. ആ മൂല്യങ്ങളാണ് ഭരണഘടനാ മൂല്യങ്ങളായി വന്നത്. യഥാർത്ഥത്തിൽ അതിലൊന്നിലും ഒരു പങ്കും വഹിക്കാത്തവരായിരുന്നു സംഘപരിവാർ. അവർക്ക് അതിനോട് പരമപുച്ഛം. അത്തരം കാര്യങ്ങളെ പാടില്ല. മതനിരപേക്ഷത രാജ്യത്തിന് വേണ്ട എന്നതാണ് അവരുടെ അഭിപ്രായം. മതനിരപേക്ഷതക്ക് പകരം എന്തു വേണം? ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാകണം. നമ്മുടെ രാജ്യം ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാകണം എന്നാണ് RSS കരുതുന്നത്. നമ്മുടെ രാജ്യം മതാധിഷ്ഠിത രാഷ്ട്രമാകണോ, മതനിരപേക്ഷ രാഷ്ട്രമാകണോ? ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ ചർച്ചകൾ നടത്താൻ. ആ ചർച്ചയിലാണ് മതനിരപേക്ഷതയാണ് നമുക്ക് വേണ്ടത് തീരുമാനിച്ചത്. അതാണ് ശരിയെന്ന് കാലവും തെളിയിച്ചത്. പക്ഷേ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, RSS മതാധിഷ്ഠിത രാഷ്ട്രത്തിലാണ് നിലകൊണ്ടത്. ആ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയും ഇതേ മതാധിഷ്ഠിത രാഷ്ട്രത്തെയാണ് അനുകൂലിച്ചത്, മതനിരപേക്ഷ രാഷ്ട്രത്തെയാണ്. അപ്പോ മതശക്തികളായി നിൽക്കുന്ന ആളുകൾ, അതിൻ്റെതായ പ്രത്യേക ചിന്ത വെച്ച് പുലർത്തുന്നവര് പ്രത്യേക മതരാഷ്ട്രമായി നിൽക്കണം എന്ന വാദം അന്ന് ഉയർത്തിയിരുന്നു. അതിനെല്ലാം നിരാകരിച്ചുകൊണ്ടാണ് മതനിരപേക്ഷത നാം അംഗീകരിച്ചത്. ആ മതനിരപേക്ഷതയെ എല്ലാ ഘട്ടത്തിലും എതിർത്തു പോകുന്ന അവസ്ഥയാണ് സംഘപരിവാറിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. എല്ലാ ഘട്ടത്തിലും നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ രീതി, ആ ജനാധിപത്യ രീതിയോടും അത്ര വലിയ ബഹുമാനമല്ല സംഘപരിവാറിനുള്ളത്. നിർഭാഗ്യവശാൽ അവരുടെ കയ്യിലാണ് രാജ്യത്തിന്റെ ഭരണാധികാരം എത്തിച്ചേർന്നത്. ഇപ്പോ എവിടെയെത്തി രാജ്യത്തിന്റെ അവസ്ഥ? നമ്മുടെ രാജ്യം ഇന്നത്തെ
ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ പരിശോധിച്ചാൽ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും. നമ്മുടെ കണക്കുകൾ പറയുമ്പോൾ വലിയ തോതിൽ നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നു എന്നൊരു കണക്ക് അവതരിപ്പിക്കും. ആ അവതരിപ്പിക്കുന്ന കണക്കിൽ ഒരു 4% സമ്പന്ന വിഭാഗമുണ്ട്. ആ സമ്പന്ന വിഭാഗത്തിന്റെ വരുമാനം മാറ്റിവെച്ചാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ആ പരിതാപകരമായ അവസ്ഥയിൽ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രവുമില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന രാഷ്ട്രത്തെക്കാളും പുറകിലാണ് നമ്മൾ എന്ന് വരും. ഇതങ്ങ് മാറ്റിയാൽ അത് മറച്ചു വെക്കുന്നത് ഈ സമ്പന്ന വിഭാഗത്തിന്റെ വരുമാനം കൂടി ചേർത്തുകൊണ്ടാണ്. അത് നാട് നിർവഹിക്കുന്നതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കണക്ക് ലോകരംഗത്ത് തന്നെ വന്നു. ലോകത്തെ ദരിദ്ര വിഭാഗത്തെ അടയാളപ്പെടുത്തിയ ഒരു കണക്ക്. ആ കണക്കിന്റെ ഭാഗമായി ഇന്ത്യ രാജ്യം 105 സ്ഥാനത്താണ്. 105 കഴിഞ്ഞാൽ പിന്നെ ഏതാനും രാജ്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ തൊട്ട അയൽപക്ക രാഷ്ട്രങ്ങൾ ഒറ്റയൊന്നും നമ്മുടെ പറകളില്ല. എല്ലാം നമ്മുടെ എത്രയോ മേലെയാണ്. എന്തൊരു പരിതാപകരമായ അവസ്ഥയാണെന്ന് നോക്കണം. ഇതൊരു ഭാഗം. ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യം ഇന്ത്യ. തൊഴിലില്ലായ്മയോ തൊഴിലില്ലായ്മ പെരുകുന്നു. അടുത്ത കാലത്ത് അത് വലിയ തോതിൽ പെരുകുന്നു. നമ്മുടെ രാജ്യത്ത് തൊഴിൽ നൽകാൻ തയ്യാറല്ല. ഒരുപാട് തസ്തികകളിൽ നിയമനം ഒഴിഞ്ഞു കിടക്കുന്നു. കണക്കുകൾ വളരെ വലുതാണല്ലോ. 10 ലക്ഷം തസ്തികകളിലാണ് നിയമനം നടക്കാത്തതെന്ന് കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു. നമ്മുടെ രാജ്യത്തെ യുവജനങ്ങൾ കടുത്ത നിരാശയിലാണ്. തൊഴിൽ നൽകേണ്ട സ്ഥാപനങ്ങൾ തൊഴിൽ നൽകാൻ തയ്യാറാകുന്നില്ല. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് സന്നദ്ധമല്ല. എന്തുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നത്? ഇത് നമ്മുടെ രാജ്യം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. ആ ഗവൺമെന്റ് തുറന്നു വരുന്ന നയത്തിന്റെ ഭാഗമായാണ്. ആ നയം നവ ഉദാരവൽക്കരണ നയമാണ്. നവ ഉദാരവൽക്കരണ നയത്തിന്റെ ഫലമായിട്ടാണ് ഇത്രയും കെടുതി നമ്മൾ അനുഭവിക്കുന്നത്. ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ നയം, നവ ഉദാരവൽക്കരണ നയം വളരെ ശക്തമായി നടപ്പാക്കുന്ന ഗവൺമെന്റാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. ഈ നയം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മാത്രം നയമാണോ? ഈ നയം രാജ്യത്ത് ആരാണ് ആദ്യം കൊണ്ടുവന്നത്? ഏത് ഗവൺമെന്റായിരുന്നു ഈ നയം ആദ്യം കൊണ്ടുവന്നത്? എല്ലാവർക്കും അറിയാലോ, അത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഗവൺമെന്റ് നയമാണല്ലോ ഇത്. കോൺഗ്രസ് ഗവൺമെന്റ് ആണല്ലോ നടപ്പാക്കിയത്. അതിന്റെ ഭാഗമായാണല്ലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരികൾ വിറ്റഴിക്കൽ തുടങ്ങിയത്. ഈ പറയുന്ന ഓരോ നടപടിയും അന്നാണല്ലോ ആരംഭിച്ചത്. ഇപ്പൊ അതിന്റെ തീവ്രമായ സ്വഭാവത്തെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടപ്പാക്കുന്നു. അതിന്റെ തീവ്രത രാജ്യത്ത് വലിയ തോതിൽ അനുഭവപ്പെടുന്നു. ഈ ഘട്ടത്തിലെങ്കിലും അന്ന് ആ നയം തുടക്കം കുറിച്ചത് ശരിയായില്ല എന്ന് കാണാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ? ഇല്ലാലോ. ഇപ്പോഴും അതേ നയത്തിലല്ലേ. ഇപ്പോ
ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കേരളം എടുത്താൽ മതി. 2011 മുതൽ 16 വരെയുള്ള കേരളം, 2011 മുതൽ 2016 വരെയുള്ള കേരളം UDF ഗവൺമെന്റ് ഭരിച്ച കാലമാണ്. എത്ര വലിയ കെടുതിയാണ് കേരളത്തിൽ അനുഭവിക്കേണ്ടി വന്നിരുന്നത് എന്ന് ഒരു 8.5 വർഷം മുൻപത്തെ കാര്യം ആലോചിച്ചാൽ മതി. തകരാത്ത ഒരു മേഖലയുണ്ടായിരുന്നില്ല. എന്തായിരുന്നു കാര്യം? ഇതാണ് നയം. UDF ഗവൺമെന്റ് നടപ്പാക്കിയ നയം ഇതേ നയമാണ്. ആ UDF ഗവൺമെന്റിന്റെ ആദ്യഘട്ടം കേന്ദ്രത്തിലെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, രണ്ടാമത്തെ ഘട്ടം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. ഈ രണ്ടു കൂട്ടരും നടപ്പാക്കിയ ഒരേ നയം, ഈ പറഞ്ഞ നവോത്ഥാനവൽക്കരണ നയം. അതേ നയം ഒരു വ്യത്യാസവുമില്ലാതെ ഇവിടുത്തെ UDF ഗവൺമെന്റ് നടപ്പാക്കി. കേരളത്തിലെ വലിയ കെടുതികൾ സമ്മാനിച്ചു. ഇതല്ലേ നമ്മുടെ അനുഭവം? ഇപ്പോ കോൺഗ്രസിന് നേതൃത്വമുള്ള കുറച്ച് ഗവൺമെന്റുകളെങ്കിലും ഉണ്ടല്ലോ വിവിധ സംസ്ഥാനങ്ങളിൽ. ഇതേ നയമല്ലേ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കുന്നത്? എവിടെയെങ്കിലും ഈ നയത്തിന്റെ വ്യത്യാസമുണ്ടോ? ഇപ്പൊ നമ്മുടെ കേരളത്തിൽ LDF ഭരണത്തിലിരിക്കുന്നു. രാജ്യത്തെ ഇടതുപക്ഷം നേതൃത്വം വഹിക്കുന്ന ഏക സംസ്ഥാനം. എന്താണ് വ്യത്യാസം? വ്യത്യാസം പ്രകടമാണല്ലോ. ഇപ്പൊ ദരിദ്ര വിഭാഗത്തിന്റെ കാര്യം തന്നെ എടുക്കാം. നമ്മുടെ സംസ്ഥാനത്ത് പരമദരിദ്ര വിഭാഗത്തിൽ എത്രയാണ് ആളുകൾ എന്നത് കൃത്യമായി കണക്കാക്കിയിരുന്നല്ലോ. 3 വർഷം മുൻപ് ആ കണക്കെടുത്തു. 3 വർഷം 2 വർഷം മുൻപ് ആ കണക്കെടുത്തു. ആ കണക്കില് 64,006 കുടുംബം. അവിടെ കിടക്കട്ടെ എന്നല്ല വെച്ചത്. CPIM-നും LDF-നും കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അത് നവോത്ഥാനവൽക്കരണ നയത്തിൻ്റെതല്ല. ഈ പാവപ്പെട്ടവരെ എങ്ങനെ ആ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയും? അതാണ് ആലോചിച്ചത്. അതിന്റെ ഭാഗമായി കൃത്യമായി തീരുമാനിച്ചു ഈ കുടുംബങ്ങളെ ആകെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം. 3 വർഷം കൊണ്ട് കേരളത്തിലെ പരമദരിദ്രാവസ്ഥയിലുള്ള എല്ലാ കുടുംബങ്ങളെയും പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം. കടലാസിലല്ല, പ്രയോഗത്തിൽ. അതിനാവശ്യമായ വിശദമായ മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കുന്നു. അതിന്റെ ഭാഗമായുള്ള ഇടപെടലുകൾ നടത്തുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നേതൃത്വത്തിൽ കാര്യങ്ങൾ നീക്കുന്നു. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. 3-ാമത്തെ വർഷം വരുന്ന 2025 നവംബർ 1. ആ 2025 നവംബർ 1 ആകുമ്പോ നമുക്ക് രാജ്യത്തിന്റെ മുന്നിൽ അഭിമാനപൂർവ്വം പറയാൻ കഴിയും, ഒരു കുടുംബവും കേരളത്തിൽ അതിദരിദ്രാവസ്ഥയിലില്ല എന്ന്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു നടപടിയെടുക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇങ്ങനെ ഒരു നടപടി എടുത്തിട്ടുണ്ടോ? ഇത്തരമൊരു കാര്യം ആലോചിക്കാൻ മറ്റേതെങ്കിലും സംസ്ഥാനത്തിന് കഴിയുമോ? അതാണ് വ്യത്യാസം. എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത് എന്നത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ്. നമ്മുടെ നാട്ടിൽ പൊതുമേഖലാ സ്ഥാപനങ്ങള്, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ വിറ്റു തുറക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടപടിയെടുക്കുമ്പോൾ നമ്മൾ കേന്ദ്രത്തോട് പറയാണ്, നിങ്ങളത് ഞങ്ങളെ ഏൽപ്പിക്കും, ഞങ്ങൾ നടത്തിക്കോളാം. ആദ്യം അതിന് അനുകൂലമായിരുന്നു, പിന്നെ മാറി.
ഇപ്പൊ അത്ര നടപടിയെടുക്കാൻ തയ്യാറല്ല. എന്ത് സംഭവിച്ചു? HNL സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു. നമ്മൾ ഈ ആവശ്യം ഉന്നയിച്ചു, തരാൻ തയ്യാറായില്ല. നിങ്ങൾ പരസ്യമായി പരസ്യ ലേലത്തിൽ പങ്കെടുത്ത് മറ്റുള്ളവരുമായി മത്സരിച്ചെടുത്തോളൂ എന്ന നിലപാടാണ് എടുത്തത്. നമ്മൾ ആ മത്സരത്തിന് പോയി അത് സ്വന്തമാക്കി. ഇപ്പോ കേരള പേപ്പർ പ്രോഡക്ട്സ് എന്ന ഒരു കമ്പനി നല്ല ഐശ്വര്യത്തോടെ നടന്നു വരികയാണ്. ഇതാണ് വ്യത്യാസം. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ശക്തിപ്പെട്ടു വരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർക്കുന്നതാണ് അപ്പുറത്തെ സമീപനം, അതല്ല ഇവിടുത്തെ സമീപനം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർക്കലല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തലാണ്. ഈ നില സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് കഴിയുന്നത്? CPIM-നും LDF-നും കൃത്യമായ കാഴ്ചപ്പാടുണ്ട്, നയമുണ്ട്. അത് നവോദാരവൽക്കരണ നയമല്ല. അതുകൊണ്ടാണ് ഇത് കഴിയുന്നത്. ഇപ്പോ നമ്മുടെ നാട് വലിയ തോതിൽ പുറകോട്ട് പോയൊരു നാടായിരുന്നില്ലേ? ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളാണ് നാം അനുഭവിച്ചിരുന്നത്? തകരാത്ത ഏതെങ്കിലും മേഖല ഉണ്ടായിരുന്നു? ഇവിടെ ഒന്നും നടക്കില്ല എന്നായിരുന്നല്ലോ കണക്കുകൂട്ടൽ. എന്നാൽ ഇവിടെ പലതും നടക്കും എന്നത് തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോ വീടുകള് പാവപ്പെട്ടവർക്ക് ഒരു കൂര സ്വന്തമായി ഉണ്ടാകാൻ ഒരു ഗതിയുമില്ല. അത്തരം ആളുകൾക്ക് സ്വന്തം വീട് ഒരു സ്വന്തം മാത്രമാണ്. അവർക്കാണ് വീട് നൽകുന്നതിനുള്ള നടപടികള് ലൈഫ് മിഷൻ മുഖേന നാം ആരംഭിച്ചു. ഇപ്പോ 4,20,000 പരം വീടുകൾ ആ തരത്തിൽ നൽകിക്കഴിഞ്ഞു. ബാക്കിയുള്ള വീടുകൾ അതിവേഗതയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ 4,20,000 വീട്ടിലും ആ വീട്ടിനകത്തേക്ക് കടന്നു ചെല്ലുന്നവര് തന്റെ വീട് എന്ന അഭിമാന ബോധത്തോടെയാണ് കടന്നു ചെല്ലുന്നത്. അവരുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നും അവിടെ കാണാൻ കഴിയില്ല. ഇതിലെ ചെറിയൊരു ഭാഗമാണ് കേന്ദ്ര ഗവൺമെന്റ് പങ്കുവഹിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി ചെറിയ തോതിലുള്ള സംഖ്യ അവർ നൽകുന്നത്. അതില് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന തുക കഴിച്ചാൽ 2.5 ലക്ഷം രൂപ ഒരു പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെന്റ് കൂട്ടണം. 4 ലക്ഷം. 3 ലക്ഷത്തിൽ പരം രൂപ മറ്റൊരു പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെന്റ് ഇട്ടാലേ 4 ലക്ഷം. ഇതാണ് അതിന്റെ കണക്ക്. അത് എണ്ണം വളരെ കുറവാണ്, എണ്ണം വളരെ ചുരുക്കാണ്. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ്, നിങ്ങൾ ഈ വീടിന്റെ മുന്നിൽ ഒരു ലോഗോ വെക്കണം. ഞങ്ങൾ പറഞ്ഞു ഇത് സാധിക്കുന്ന കാര്യമല്ല. ഒരു പദ്ധതിയുടെ ഭാഗമല്ലേ? പദ്ധതിയുടെ ഭാഗമായാൽ എന്താ സാധിക്കാതെ എന്നാണ് അവരുടെ ചോദ്യം. പദ്ധതിയൊക്കെ ഞങ്ങൾ അംഗീകരിക്കാം, നിങ്ങളുടെ പദ്ധതിയുടെ പേരും അംഗീകരിക്കാം, അതിനൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങളുടെ പദ്ധതിയുടെ ഭാഗമായി ആ പറയുന്ന തുക ഞങ്ങൾ സ്വീകരിക്കുകയും അതിൻ്റെ കൂടെ ഞാനീ പറഞ്ഞ ഇത്ര തുക സംസ്ഥാനം ചേർത്ത് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. ഒരു കാര്യമാണ് ഇവിടെ നടക്കാത്തത്.
അവരുടെ വീടിന്റെ മുന്നിൽ അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ലോഗോ വെക്കാൻ പറ്റില്ല. കാരണം അത് കാണിക്കുന്നത് അത് അവരുടെ വീടല്ല, ആരോ കൊടുത്തൊരു വീടല്ല. അത് അവരുടെ അഭിമാനത്തെ, ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാനാണ്. അതിന് ഞങ്ങളില്ല. 4 ലക്ഷത്തിലധികം വീട് ഞങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വീടിന്റെ മുന്നിലും ഒരു ലോഗോയും ഇല്ല. അവരവിടെ അവരുടെ ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ പിതാമഹന്മാരുടെ ഫോട്ടോ മറ്റു വെക്കുന്നുണ്ടാവും. അത് അവരെ കാര്യമാണ്. ഞങ്ങളായിട്ട് ഒരു ലോഗോ മോഡൽ വെക്കുന്നില്ല. ഞങ്ങൾക്കത് സ്വീകരിക്കാനാണ്. അപ്പൊ അതിന്റെ ഉത്തരവാദപ്പെട്ട ഒരാൾ ചോദിച്ചു, അങ്ങനെയാകുമ്പോൾ ഈ പൈസ കിട്ടാതിരുന്നാലോ? അത് നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യമാണ്. ഈ കാര്യം വ്യക്തമാക്കുകയാണ്. ഇങ്ങനെ ലോഗോ വെച്ചുകൊണ്ടുള്ള ഒരു പൈസയും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. എന്ത് ചെയ്യും? ഈ പറയുന്ന പാവങ്ങളുടെ ആത്മാഭിമാനത്തെ പണയപ്പെടുത്തണം. സംസ്ഥാന ഗവൺമെന്റ് എന്ന നിലക്ക് ചെയ്യാൻ കഴിയുന്നത് വീണ്ടും അവരുടെ ആവശ്യപ്പെടലാണ്. പ്രധാനമന്ത്രിക്ക് വീണ്ടും കത്തെഴുതുകയാണ്, ഇത് ഇങ്ങനെയൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇടപെടണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കത്ത് എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. അതാണല്ലോ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഏത് കാര്യത്തിലും ഇതേ നിലപാടാണല്ലോ കാണാൻ കഴിയുക. വിവിധ കാര്യങ്ങളിൽ ഈ നില സ്വീകരിച്ചു പോകുന്നില്ലേ? ഇപ്പോ എന്താണ് കേരളത്തോട് കാണിക്കുന്ന സമീപനം? കേരളത്തോട് കാണിക്കുന്ന സമീപനാണ് നാം ചിന്തിക്കേണ്ടത്. LDFിനോടല്ല, LDF ഗവൺമെന്റിനോടല്ല, ഈ നാടിനോടാണ്. ഈ നാടിന്റെ വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ തടയപ്പെട്ടാൽ നമ്മുടെ നാടിന്റെ ഭാവിയാണത് ബാധിക്കുക. LDF അധികാരത്തിലിരിക്കുന്നു, അതുകൊണ്ട് സഹായം ചെയ്യേണ്ട എന്ന നിലപാടെടുത്താൽ ബാധിക്കുന്നത് നമ്മുടെ നാടിന്റെ ഭാവിയെ. നാടിന്റെ ഭാവി എന്ന് പറഞ്ഞാൽ ഭാവി തലമുറയാണ് അത് പ്രതികൂലമായി ബാധിക്കുക. ഇതാണ് നാം ഗൗരവമായി കാണേണ്ട കാര്യം. നമ്മുടെ ഒരുപാട് ദുരനുഭവങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാൻ വിശദമായിട്ട് പറയല്ല. വയനാട് മേപ്പാടിയിൽ മുണ്ടക്കൈ ചുവൽമല ദുരന്തം രാജ്യം കണ്ട വലിയ ദുരന്തങ്ങളിൽ ഒന്നായിട്ടത് മാറി. എല്ലാവരും നമ്മളോട് സഹതപിച്ചു. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സഹതാപം ഒഴുകിയെത്തി. രാജ്യത്തിന് പുറത്തുള്ളവരും വലിയ തോതിൽ നമ്മളോട് സഹകരിക്കാൻ ചെയ്യാതെ എല്ലാവരും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി പറന്നെത്തി ആ സ്ഥലം സന്ദർശിച്ചു. ദുരന്തത്തിനിരയായ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു, അവരെ ആശ്വസിപ്പിച്ചു. എല്ലാം നല്ല കാര്യം. നേരത്തെയുള്ള ദുരനുഭവം ഇവിടെ ആവർത്തിക്കില്ല എന്ന പ്രതീക്ഷ പലർക്കും ഉണ്ടായി. കാരണം നേരത്തെയുള്ള ദുരനുഭവം എന്താ? നൂറ്റാണ്ടിലെ മഹാപ്രളയമാണ് നാം നേരിട്ടത്. ചില്ലിക്കാശ് സഹായമായിട്ട് കേരളത്തിന് കിട്ടിയില്ല. നമ്മുടെ അനുഭവമാണ്. ആ ഒരു ദുരനുഭവം ആവർത്തിക്കില്ല എന്നാണ് നാം കരുതിയത്. പ്രധാനമന്ത്രി വന്നപ്പോ പ്രധാനമന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്തു. അദ്ദേഹം നല്ല രീതിയിൽ പ്രതികരിച്ചു. ദുരന്തത്തെ കണ്ടതും അതിൽ വളരെയായി പ്രവർത്തിച്ചതും ആ അനുഭവമൊക്കെ ഞങ്ങളുമായി പങ്കിട്ടു. എല്ലാവരും നല്ല പ്രതീക്ഷ. അതിന് പിന്നാലെ നിവേദനം അയച്ചു, വിശദമായ നിവേദനം. പ്രധാനമന്ത്രിയുടെ തിരക്കിനിടയിൽ കാര്യങ്ങൾ വിട്ടുപോയാലോ എന്നുള്ള ആശങ്ക കൊണ്ട് ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടു, വീണ്ടും സംസാരിച്ചു. എത്ര നാളായി?
എത്ര മാസങ്ങളായി സഹായമില്ല. സഹായമില്ല എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ ആഭ്യന്തരമന്ത്രി തീർത്തും തെറ്റായ കാര്യം ഇവിടുത്തെ എംപിമാരുടെ, കേരളത്തിലെ എംപിമാരുടെ നിവേദനത്തിന് മറുപടിയായി പറയുന്നു. നമ്മളെന്തോ കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണ്. തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ഇതെല്ലാം നേരത്തെ നമ്മൾ ചെയ്തതാണ്. ഈ പറയുന്ന PDNA വിശദമായി തയ്യാറാക്കി മറ്റു സംസ്ഥാനങ്ങളടക്കം മാതൃകയായിട്ടത് കാണുകയാണ്. അതും കൊടുത്തതാണ്. എന്താണ് നമുക്കുള്ള പ്രശ്നം? നമുക്കെന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള പ്രശ്നം എന്താണ്? ദുരന്തം പലയിടങ്ങളിലുണ്ടായല്ലോ, പല സംസ്ഥാനങ്ങളിലുണ്ടായല്ലോ. ഹിമാചൽ പ്രദേശിലുണ്ടായി, ത്രിപുരയിലുണ്ടായി, ഗുജറാത്തിലുണ്ടായി, തെലങ്കാനയിലുണ്ടായി, ആന്ധ്രയിലുണ്ടായി, ഒരുപാട് സ്ഥലങ്ങളിലുണ്ടായി. കേരളം ഒഴികെ എല്ലായിടവും പണം കൊടുത്തില്ലേ? എന്താണ് കേരളത്തിന്റെ കുറവ്? പറയണം. ഈ പറയുന്ന ഏതെങ്കിലും ഒരു കണക്ക് കയ്യിൽ കിട്ടിയതിനു ശേഷമാണോ ആ പണമെല്ലാം കൊടുത്തത്? ദുരന്തമുണ്ടായി ഉടനെ കൊടുത്തല്ലോ, നല്ല കാര്യമാണ്. അതിനെ ഞങ്ങൾ എതിർക്കല്ല കേട്ടോ. ആ പണം കൊടുത്തതിനെ ഞങ്ങൾ എതിർക്കില്ല. ആ പണം കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ട് ആ പട്ടികയിൽ കേരളം പെടുന്നില്ല? ഇതാണ് കേരളത്തിന്റെ ചോദ്യം. ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ കേരളം? ഈ രാജ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്നതിനുള്ള എന്തെങ്കിലും കുറവ് ഈ കേരളത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. എല്ലാ തരത്തിലും തലയുയർത്തി നിൽക്കുകയാണ് കേരളം, എല്ലാ മേഖലയിലും. ഒരു സംശയമില്ല. എന്തേ ഇങ്ങനൊരു അവഗണന? ഒരു ശത്രു പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു. അതാണോ ഒരു രാജ്യത്തെ ഗവൺമെന്റ് ചെയ്യുന്നത്? ഇവിടെ ഒരു കാര്യം നാം ആലോചിക്കണം. നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങൾ, എല്ലാ സംസ്ഥാനങ്ങളും എടുത്തോളൂ. ആ സംസ്ഥാനങ്ങളിലെ എല്ലാ പാർട്ടികളും ദുരന്തത്തിൽ സഹായം വേണമെന്ന് പറയുന്നവരാണ്. ഒരു പാർട്ടിയുടെ കാര്യം മാത്രം ഇപ്പൊ പറയാം, BJP. ഇവയിൽ ചിലയിടത്ത് BJP അധികാരത്തിലാണ്, ചില സ്ഥലത്ത് BJP പ്രതിപക്ഷത്താണ്. പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്ന വ്യത്യാസമില്ലാതെ അവിടങ്ങളിലെല്ലാം എല്ലാവരും ഒന്നിച്ച് ഈ സഹായം വേണം എന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് പറയുന്നുണ്ട്. നമ്മുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആലോചിച്ചാൽ മതി. കേന്ദ്ര ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ശത്രുതാപരമായ നിലപാടെടുക്കുന്നത്? ഇവിടെ BJPക്ക് ജനങ്ങൾ വലിയ പിന്തുണ നൽകുന്നില്ല. ജനങ്ങൾ പിന്തുണ നൽകാത്തത് കൊണ്ട് BJPക്ക് ശത്രുത വന്നിരിക്കുന്നു. ആരോട്? ജനങ്ങളോട്, കേരളത്തോട്. ഇതല്ലേ വസ്തുത? ആ ശത്രുതയുടെ ഭാഗമായി ഇവിടുത്തെ BJP നിൽക്കുകയാണ്. ഇപ്പോ ഒരു കാര്യം നടന്നു, നല്ലതാണ്. നമ്മുടെ കേരളത്തിലുള്ള എംപിമാരെല്ലാം ഒന്നിച്ച് കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ചു. ഈ സഹായം വേണമെന്ന് പറഞ്ഞു. കഴിഞ്ഞതിൽ വ്യത്യസ്തമായ ഒരു കാര്യമാണ്, നല്ല കാര്യമാണ്. ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും. BJP ആ വികാരത്തോടൊപ്പമല്ല. ഇതല്ലേ എന്തുകൊണ്ടാണല്ലോ വിരോധപരമായ സമീപനം കേരളത്തോട് സ്വീകരിക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ പിന്തുണ കിട്ടുന്നില്ല എന്ന് വെച്ച് കേരളത്തിൽ അർഹതപ്പെട്ടത് നിഷേധിക്കാൻ പാടില്ല.
യാചിക്കുകയല്ല കേട്ടോ. ഈ രാജ്യത്തിന്റെ ഭാഗമായ ഒരു സംസ്ഥാനം എന്ന നിലക്ക് അർഹതപ്പെട്ടത് ചോദിക്കുകയാണ്, അവകാശപ്പെട്ടത് ചോദിക്കുകയാണ്. അത് നൽകാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെന്റിന്റെ. ഇതൊരു ഭാഗം. 2018 ആവർത്തിക്കുന്നു വിചാരിക്കുക. തകർന്നടിച്ച കേരളമായിരുന്നില്ലേ? എങ്ങനെ ഈ നാട് ഇനി കരകയറും എന്നായിരുന്നില്ലേ പലരും കരുതിയിരുന്നത്? അന്ന് നാടിന്റെ മുന്നിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, തലയിൽ കൈവച്ച് നിലവിളിച്ചിരിക്കാനല്ല ഞങ്ങൾ ഇരിക്കുന്നത്, ഈ നാട് അതിജീവിക്കും. അതിജീവിച്ച് കാണിച്ചില്ലേ? എങ്ങനെയാണ് അതിജീവനം ഉണ്ടായത്? നമ്മുടെ നാടിന്റെ ഒരുമയും ഐക്യവും, ജനങ്ങളുടെ ഒരുമയും ഐക്യവും രാജ്യം, ലോകം ആശ്ചര്യപ്പെട്ട് കാണുമാറ് നാം അതിജീവിച്ചു വന്നു. എങ്ങനെ ഇത് സാധ്യമായി എന്നവർ ആലോചിക്കുന്നു. അതാണ് കേരളം. ഇവിടെ പഴയത് അതേ രീതിയിൽ ആവർത്തിക്കുകയാണെങ്കിൽ ഒരു സംശയവുമില്ലാതെ പറയുന്നു, നേരത്തെ എന്തെല്ലാം ദുരന്ത മുഖത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ടോ അതെല്ലാം ഒരു കുറവുമില്ലാതെ നടപ്പാക്കിയിരിക്കും. അതിലൊന്ന് അവരെ പ്രധാനമായും പുനരധിവസിപ്പിക്കലാണ്. ഒരുപാട് സഹായങ്ങളും ഓഫറുകളും ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട്. അതെല്ലാം കൂടി സമാഹരിക്കും. നല്ലൊരു ടൗൺഷിപ്പ്, രാജ്യത്തിനും ലോകത്തിനും മാതൃകയാക്കുന്ന ടൗൺഷിപ്പ് അവിടെ നിർമ്മിക്കുക തന്നെ ചെയ്യും. അതിന് നടപടികളുടെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഒരു പ്രശ്നത്തിൽ കോടതിയുടെ തീരുമാനം കൂടി കാക്കേണ്ടതായിട്ടുണ്ട്. അതും അധികം വൈകാതെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ദുരിതത്തിനിരയായവരെ പുനരധിവസിപ്പിക്കുമ്പോൾ അവരുടെ ഉപജീവനം ഒരു പ്രശ്നമാണ്. ആ ഉപജീവനത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും തയ്യാറായി കഴിഞ്ഞു. അതിനുള്ള നൈപുണ്യ വികസനം, പരിശീലനം, അതിനെല്ലാമുള്ള സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ പരിശീലനത്തിലൂടെ വിവിധ തരത്തിലുള്ള തൊഴിലുകളിലേക്ക് അവരെ നിയോഗിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വിശദമായ പ്ലാൻ, വിശദമായ മൈക്രോ പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ദുരന്തബാധിതരെ നാം, കേരളം കൈയൊഴിയില്ല. എന്നാൽ കേന്ദ്രത്തിന്റെ സഹായം വേണമെന്ന് അപ്പോഴും ഞങ്ങൾ പറയും, ഇനിയും പറയും. ചേട്ടൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ സമീപനം എടുക്കുമ്പോൾ നിങ്ങൾ വീണ്ടും അവരോട് ചോദിക്കൂ. ചോദിക്കാതെ പിന്നെ എന്ത് ചെയ്യും? നമ്മളൊരു സംസ്ഥാനല്ലേ, ഈ സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതല്ലേ ചോദിക്കുന്നത്. അത് വീണ്ടും ചോദിക്കും, ഇനിയും ചോദിക്കും. ഇവിടെ കേരളത്തോട് കാണിക്കുന്ന ഈ ശത്രുത തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ആ ശത്രുത ഇവിടുത്തെ ജനങ്ങളോടുള്ള ശത്രുതയായിട്ട് മാറുകയാണ്. മറ്റ് ആ ഭാഗത്തെ കൂടുതലായിട്ട് ഞാൻ കടന്നു പോകുന്നില്ല. നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുവായ വികസനം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. സർവതല സ്പർശിയും സാമൂഹ്യ നീതി അധിഷ്ഠിതവുമായ വികസനമാണ് LDF ലക്ഷ്യം വെക്കുന്നത്. ആ തരത്തിലുള്ള നടപടികളാണ് നമ്മുടെ സംസ്ഥാനത്ത് നാം സ്വീകരിച്ചു വന്നിട്ടുള്ളത്. വിവിധ മേഖലകളുടെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ എടുത്തു പറയുന്നില്ല. എന്നാൽ ഇവിടെ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായിരിക്കുന്നു. വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടായിട്ടാണ് അത് മാറുന്നത്. 2 വർഷം കഴിയുമ്പോൾ ലോകത്തിലെ
ഏറ്റവും വലിയ പോർട്ടുകളിൽ ഒന്നായി അത് മാറും. ആ തരത്തിലുള്ള രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളിലേക്ക് കൂടി കടക്കുകയാണ്. ഈ പോർട്ടിനോടനുബന്ധമായി വലിയ തോതിലുള്ള വികസനമാണ് നമ്മുടെ സംസ്ഥാനത്ത് വരാൻ പോകുന്നത്. അതിന്റെ ഭാഗമായി ഒട്ടേറെ പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. നാടിന്റെ മുഖച്ഛായ മാറുന്നതിനാണ് അതിടയാക്കിയത്. വിവിധ പദ്ധതികൾ കേരളത്തിലേക്ക് ആകർഷിക്കാൻ നമുക്ക് സാധിക്കും. അതിന്റെ ഭാഗമായി രൂപം കൊടുക്കുന്ന റോഡ്, റെയില്, മറ്റു തരത്തിലുള്ള സൗകര്യങ്ങൾ, അത് വാഹനങ്ങൾ കടന്നു പോകാനുള്ളത് മാത്രമല്ല, അതിൻ്റെ തുടർച്ചയായി ഒരുപാട് പദ്ധതികൾ നമ്മുടെ ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാകാൻ പോവുകയാണ്. ഇത് നാം കൃത്യമായി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാടിന്റെ വികസനം ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ LDF എങ്ങനെ തകർക്കാനാകുമെന്ന ആലോചനയുടെ ഭാഗമായി സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമൊന്നും പറഞ്ഞുകൊണ്ട് LDF നേരിടാൻ കഴിയില്ല. അതുകൊണ്ട് പ്രത്യേക രീതി സ്വീകരിക്കാനാകുമോ എന്ന് ചിലരിപ്പോൾ വല്ലാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചില ലാഞ്ചനകൾ പലയിടങ്ങളിലായി കാണുന്നു. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് വർഗീയവാദികളുടെ, തീവ്രവാദികളുടെ പിന്തുണ വാങ്ങിയാലും വോട്ടല്ലേ അത് പോരട്ടെ എന്നൊരു ചിന്ത ചിലർക്ക് ശക്തിപ്പെട്ടു വരുന്നു. ഇവിടെയാണ് ഒരു കാര്യം നാം ഓർക്കേണ്ടത്. നേരത്തെ തലശ്ശേരിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ ഉപതെരഞ്ഞെടുപ്പിന് EMS ജീവിച്ചിരിക്കുന്ന കാലമാണ് ഒരു പ്രശ്നം ഉയർന്നു വന്നു. RSSന്റെ വോട്ട്. ഒരു പൊതുയോഗത്തിൽ EMS പരസ്യമായെന്ന് പറയാം, RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായി പറയാം. അത് CPIM പറയാൻ കഴിയും, കോൺഗ്രസിന് അത് പറയാൻ കഴിയുന്നുണ്ടോ? കോൺഗ്രസ് ചിന്തിക്കണം. ഇവിടെ SDPI എന്താണ് SDPI എന്ന് കേരളത്തിൽ പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് പ്രത്യേകം വിശദീകരിക്കേണ്ടതായിട്ടുണ്ടോ? സാധാരണ മുസ്ലിം ജനവിഭാഗം തന്നെ ഇവരെയൊന്നും അംഗീകരിക്കുന്നില്ല. മുസ്ലിമിലെ ഏറ്റവും പ്രബല വിഭാഗമാണല്ലോ സുന്നി വിഭാഗം. അതല്ലെങ്കിൽ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന എല്ലാ മുസ്ലിം വിഭാഗവും, എല്ലാവരും ഈ വിഭാഗത്തെ എല്ലാം തള്ളിക്കളയുന്നവരാണ്, ഈ വിഭാഗത്തെ തള്ളുന്നവരാണ്. ഇവരെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങള് കോൺഗ്രസിന് പിന്തുണ. ആ പിന്തുണ വാങ്ങിയവരിൽ ഏതെല്ലാം സ്ഥാനാർത്ഥികൾ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ അധിക ദിവസമൊന്നും ആയില്ല. എന്തേ നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവം കാണിക്കാതിരുന്നത്?
ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടല്ലോ. എന്തേ നിങ്ങൾക്കത് പറയാൻ കഴിയാതിരുന്നത്? നിങ്ങൾ മതനിരപേക്ഷതയിൽ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ച സമീപനം സ്വീകരിക്കണ്ടേ? വർഗീയ ശക്തിയെ താലോചിച്ചതിനാണോ? എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നിങ്ങൾക്കറിയില്ലേ? എന്താണ് SDPI നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്ക് വേണ്ടപ്പോൾ RSSുമായും സംഘപരിവാറുമായും BJPയുമായും ബന്ധമുണ്ടാക്കാൻ മടിയില്ലാലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അനുഭവമില്ലേ? 2016 നിയമസഭയിലെ അംഗത്വം BJPക്ക് എന്തൊരു ബഹളായിരുന്നു. നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരക്കാർക്ക് അറിയാലോ കൃത്യമായിട്ട് എങ്ങനെയാണ് ആ അംഗത്വം ഉണ്ടായത് എന്ന്. നേമത്തെ സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി ജയിച്ചു വരുമ്പോ കോൺഗ്രസിന്റെ വോട്ട് കാണാനില്ല. എന്തിനായിരുന്നു അത്? അപ്പുറത്ത് ഒരു കോൺഗ്രസ് നേതാവിന് ജയിച്ചു വരാൻ ഓർമ്മയില്ലേ? 2021 വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു. ഞങ്ങൾ പരസ്യമായി നിയമത്ത് പറഞ്ഞു, ഈ അക്കൗണ്ട് ഞങ്ങളിവിടെ പൂട്ടിക്കും. പൂട്ടിയില്ലേ? അതല്ലേ സദാശിവം കൂട്ടിയിരിക്കുന്നത്. ഇപ്പോ തൃശ്ശൂര് എങ്ങനെയാണ് സുരേഷ് ഗോപി ഇരിക്കുന്നത്? എന്നെ കോൺഗ്രസിന്റെ വോട്ട് എവിടെ പോയി? ചെറിയ വോട്ടാണോ ഇല്ലാതായത്? ആ വോട്ട് ചെന്ന് ചേർന്നത് സുരേഷ് ഗോപിക്കായപ്പോഴല്ലേ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിഞ്ഞത്? 4 വോട്ടിന് വേണ്ടി എന്ത് വൃത്തികേട്! ഇത്തരം ശക്തികളെ പ്രോത്സാഹിപ്പിക്കരുത്. ഇത്തരം ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നത് നാടിനാപത്താണ്. അത് തിരിച്ചറിയണം. കോൺഗ്രസിനെ അത് തിരിച്ചറിയാനാകുന്നില്ല. എല്ലാവരും പോരട്ടെ എന്നാണ് ചിന്ത. ഇതാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. LDF കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിലേറ്റവും ശക്തമായി ഇടപെടേണ്ട പാർട്ടി CPIM ആണ്. നല്ല രീതിയിൽ ജനങ്ങളുമായി ബന്ധപ്പെടാനും കാര്യങ്ങൾ വിശദമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും പാർട്ടി സഖാക്കൾ സന്നദ്ധമാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം.